അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്രതവിശുദ്ധിയുടെ അനുഗ്രഹീത നാളുകളിൽ വിശ്വാസികളായ നമുക്ക് പ്രകടമാകുന്ന വലിയ മാറ്റം നമ്മുടെ വ്യവഹാരങ്ങളിലെ സൂക്ഷ്മതയാണ്. മനുഷ്യരോട് ഇടപഴകുമ്പോഴും ആളുകളോട് പെരുമാറുമ്പോഴുമെല്ലാം നോമ്പുകാരനാണ്, വിശുദ്ധ റമളാനിനാണ് എന്ന സൂക്ഷ്മത കൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല മുഖവും ഏറ്റവും നല്ല പ്രകൃതവുമാണ് നാം വീട്ടിലും നാട്ടിലും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റമളാനിൽ നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇത് റമളാനിലേക്ക് മാത്രമല്ല, റമളാനിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ, വ്രതനാളുകളുടെ ഏറ്റവും മികച്ച ശീലങ്ങളിലൂടെ അത് ജീവിതത്തിന്റെ നൈരന്തര്യമായി മാറണം, എപ്പോഴും തുടരുന്ന ഒരു സുഹൃതമായി നിലനിൽക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കുവെക്കുന്നത് കാണാം. ആരാണ് ഖിയാമത്ത് നാളിൽ എന്റെ ഏറ്റവും അടുത്തിരിക്കുന്നവരെന്ന് നിങ്ങൾ അറിയുമോ? ഞാനുമായി ഏറ്റവും ഇഷ്ടത്തോടെ ഇടപഴകുന്നവർ. അത് നിങ്ങളിൽ സ്വഭാവത്താൽ, സുഹൃതം കൊണ്ടുള്ള പെരുമാറ്റത്താൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന മനുഷ്യരാണ്. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, മാമിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുലുഖ്. സ്വഭാവത്തെക്കാൾ, ഏറ്റവും മികച്ച പെരുമാറ്റത്തെക്കാൾ അവർക്ക് ഖിയാമത്ത് നാളിൽ അവരുടെ ത്രാസിൽ ഭാരം തൂങ്ങുന്ന ഒരു സുഹൃതവും മറ്റൊന്നില്ല, ഈ ഭൂമിയിലില്ല. അത് സ്വഭാവ ഗുണങ്ങൾ ഒരു വിശ്വാസി ആർജിക്കുന്നതിനേക്കാൾ മികച്ചതായി. അഥവാ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മ അവരുടെ ഇബാദത്തുകളുടെ, ആരാധനകളുടെ ഫലം അവരുടെ സ്വഭാവത്തിൽ കാണണമെന്നതാണ്. നോമ്പ് നമ്മെ ശീലിപ്പിക്കേണ്ടത് അത്തരം നല്ല സുഹൃതങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നിടത്താണ്. നമ്മുടെ സൗന്ദര്യം മുഖത്തല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമാണ്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വറ്റാത്തൊരു നീരുറവ പോലെ മറ്റുള്ളവർക്ക് തണലേകുന്ന ഏറ്റവും വലിയ മൂല്യമാണ്. അതുകൊണ്ടാണല്ലോ ആളുകൾ പറയുന്നത്, സ്വഭാവത്തിൽ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ അത് സുഗന്ധം പോലെയാണ്. ശ്രേഷ്ഠമായ സ്വഭാവം ഒരു സുഗന്ധം പോലെയാണ്. നാം കടന്നുപോയാലും അതിന്റെ മണം ചുറ്റുമുള്ള മനുഷ്യരിൽ അവശേഷിക്കും. അവരതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഏറ്റവും അനുഗ്രഹീതമായ പ്രകൃതം നമ്മിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അഹ്സനുന്നാസി വജ്ഹൻ അഹ്സനുഹും ഖുലുഖ. നിങ്ങളിലെ ഏറ്റവും മനോഹരമായ മുഖം ആരുടേതാണെന്നറിയുമോ? ഏറ്റവും നല്ല സ്വഭാവമുള്ളവന്റേതാണ്. നോമ്പ് ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോ അത്തരമൊരു ചൈതന്യമാണ് നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. നല്ല പ്രകൃതത്തോടെ പെരുമാറുന്ന, സുഹൃതം പറയിപ്പിക്കുന്ന, നല്ല സ്വഭാവ ഗുണമുള്ള മികച്ച മനുഷ്യരിൽ ഈ റമളാൻ നമ്മളെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ശീലിപ്പിച്ച് വളർത്താനുള്ള ശക്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.